ഫസ്റ്റ് എടുത്തിരിക്കുന്നത് 2 കഷ്ണം ബ്രെഡ്, ഒരു പുഴുങ്ങിയ മുട്ടയും പിന്നെ കുറച്ച് കഞ്ഞിയാണ് എടുത്തിരിക്കുന്നത്. അതിനൂടെ റൈസ് സൂപ്പ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ. ആസ് യൂഷ്വൽ ബ്രെഡും ജാമൊന്നും നമ്മൾ വലിയ കമൻറ്റ് അടിക്കേണ്ട കാര്യമില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ പോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ മുട്ടയും പുഴുങ്ങിയ മുട്ട, കോഴിയുടെ മുട്ടയ്ക്ക് എന്തായാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ബ്രെഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കേട്ടോ. കുറച്ചുകൂടി കളറിന് ടെക്സ്ചറിനൊക്കെ വ്യത്യാസമുണ്ട്. ഡോ കുറച്ചുകൂടി ഫ്ലഫിയാണ്, കുറച്ചുകൂടി വൈറ്റിഷ് കളറാണ്. പിന്നെ സാധനം എന്തായാലും ഒരു ബൈറ്റ് എടുത്ത് നോക്കണേ. പോരാ, നമ്മുടെ നാട്ടിലെ ബ്രെഡാണ് കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയേക്കണേ. പക്ഷേ ഓവറോൾ ഞാൻ കഴിച്ചേക്കണതിൽ ഐറിഷ് ബ്രെഡൊക്കെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് മാവ് ഉപയോഗിച്ചിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു മോശമാണെന്നല്ല, എന്നാലും ചിലപ്പോൾ വേറെ ടൈപ്പ് ബ്രെഡ് കുറേ കൂടി നല്ലതായിരിക്കും. മുട്ടയുണ്ടല്ലോ, മുട്ട എനിക്ക് തോന്നുന്നത് നോർമൽ കോഴിയുടെ മുട്ടയുണ്ട്, ബ്രോയിലർ കോഴിയുടെ മുട്ടയുണ്ട്, അതേപോലെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് ടേസ്റ്റി ആട്ടോ. യോക്കൊക്കെ നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ഞാനിട്ട് പോയി ചൂടുള്ളൊരു ചായ ഉണ്ടാക്കി കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഈ തായ്ലൻഡിൽ ഇവരുണ്ടാക്കിയേക്കണ ഈ കഞ്ഞിക്കുള്ളിൽ ഇതേപോലെ ഒരു സെല്ലറി പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. തായ്ലൻഡിൽ കഞ്ഞി കുടിക്കുന്ന രീതി ഇവർ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെയാണ്. നല്ല അടിപൊളിയായിട്ട് കേട്ടോ. തിളപ്പിച്ച നല്ല വെന്ത ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം, ഉപ്പും കുരുമുളകും, പിന്നെ നമ്മൾ പറഞ്ഞേക്കണ സെല്ലറി, അതുപോലെ എന്തോ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു ചെറിയ ഫ്ലേവറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട്. എന്തായാലും കഞ്ഞി കുടിച്ചപ്പോൾ നല്ല ഉണർവായിട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പോയി സെക്കൻഡ് ട്രിപ്പ് തുടങ്ങാൻ പോവാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം.